നമസ്കാരം. അങ്ങനെ നമ്മൾ എത്രാമത്തെ വീഡിയോ ആണെന്നല്ലേ ഇന്ന് പ്രൊമോ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏകദേശം 10 മിനിറ്റ് മുന്നേ വന്നിട്ടുള്ള ഒരു പ്രൊമോ ഉണ്ട്. ആ പ്രൊമോയില് എവിക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വീക്ക്ലി നടക്കുന്ന എവിക്ഷനെ കുറിച്ച് പറയുന്ന ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. അതായത് ബോക്സിൽ ഇങ്ങനെ 3 പേരും കൈ മുക്കിയിട്ട്, അതായത് യമുന, നമ്മുടെ മുടിയൻ, നോറ, ഈ 3 പേരും ഒരു ബോക്സിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കൈ മുക്കിയിട്ട് വെക്കുന്നൊരു സംഭവം. അതിൽ ആരുടെ കൈയാണോ റെഡ് ആവുന്നത് അവരാണ് എവിക്റ്റ് ആവുന്നത് പറഞ്ഞിട്ടാണ് പ്രൊമോ വന്നിട്ടുള്ളത്. സാധാരണ കണ്ടീഷനിൽ ഇങ്ങനത്തെ പ്രൊമോ കാണുന്ന സമയത്ത് ആരാണെന്ന് പുറത്തു പോയി എന്നുള്ളത് ഒരുവിധം ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള ഈ പ്രൊമോന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ എഡിറ്ററുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ഒരുവിധം ആ പ്രൊമോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ പിക്ചർ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള ഡ്രസ്സ്, ആ ഒരു കൈ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ആ കൈ കാണിച്ചിട്ടുള്ള അത് യമുനയുടെ കൈയാണ്. അങ്ങനെ യമുനയാണ് എവിക്റ്റ് ആവുന്നത്. ഒരുവിധം കുറച്ച് പേരൊക്കെ ഇതിനു മുന്നേ ഓൾറെഡി ന്യൂസ് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും പ്രൊമോ കണ്ടേന്ന് നമ്മളൊന്ന് റിയാക്ട് ചെയ്തതേ ഉള്ളൂ. കൺഫേംഡ് ആയി യമുനയാണ് പുറത്തായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ യമുന ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സും പിന്നെ ഈ കൈ ഇങ്ങനെ ചുവന്നതായിട്ടുള്ള കാണിക്കുന്ന ആ ഡ്രസ്സും രണ്ടും സെയിം തന്നെയാണ്. ഏതായാലും യമുനേച്ചി പോയി. മകള് ഭയങ്കര കരയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിനകത്തുള്ള യമുനേച്ചിയുടെ മകളായിട്ടുള്ള ജാനുക്കുട്ടി നിലത്ത് കിടന്ന് ഉരുണ്ട് വീണ് കരഞ്ഞ് ആകെ വിഷമിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നത് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്നുണ്ട്, ജാനമ്മ ഇങ്ങനെ കരയണ സമയത്ത് സത്യം പറഞ്ഞാൽ ആ പാവത്തിന് ഇന്നസെന്റ് പറഞ്ഞാൽ ഇവരെ നിങ്ങൾക്ക് അങ്ങോട്ട് എടുത്തൂടെ എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത്. അതായത് വല്ലാതെ അവർ കരയണ കാണുന്ന സമയത്ത് ലാലേട്ടാ അതിനെയും കൂടി പറഞ്ഞയക്കോ എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ട്.